ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് പാർട്ണർഷിപ്പ് അക്കൗണ്ട്. പാർട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ ബേസിക് ഏരിയയാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും പ്രയോജനമാവുന്നത് +2 സ്റ്റുഡൻസിന് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടി വരും. ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്ന എല്ലാ ഏരിയയും. അതോടൊപ്പം BCom മറ്റുള്ള ഹയർ സ്റ്റഡീസ് ഉള്ള സ്റ്റുഡൻസിനും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ കഴിയുന്നതും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പാർട്ണർഷിപ്പിൻ്റെ ബേസിക്കിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ പാർട്ണർഷിപ്പിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് രണ്ട് രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. അത് എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യം. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ എന്തെങ്കിലും കിട്ടാറുണ്ടെങ്കിൽ അതിൻ്റെ P&L അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, അതിനെക്കുറിച്ചുള്ള കാര്യം. ഒപ്പം നമ്മൾ പ്രൈമറി കാൽക്കുലേഷൻസ് ആയ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള കാര്യവും. അതിന് പുറമെ രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെ ഗ്യാരൻറ്റി പ്രോഫിറ്റ്, അതുപോലെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ഏരിയയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പാർട്ണർഷിപ്പ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ മീനിങ്, പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഈ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ്. സെക്ഷൻ 4 ഓഫ് പാർട്ണർഷിപ്പ് ആക്ട് ഓഫ് 1932 പ്രകാരം പാർട്ണർഷിപ്പിൻ്റെ മീനിങ് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. ഇതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങണമെങ്കിൽ മിനിമം 2 പേഴ്സൺ ഇസ് കമ്പൽസറി. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ്, അപ്പോൾ ദെയർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പാർട്ട്നേഴ്സ്, അതായത് ബിസിനസ്സിൽ ഇറങ്ങുന്നവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഈ എഗ്രിമെൻറ്റ് എന്തിനായിരിക്കും? 2-3 പേര് ചേർന്ന് ഒരു വെഞ്ചർ ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ അവർ എഗ്രി ചെയ്യുന്ന എന്തായിരിക്കും? ബിസിനസ് നടത്തി ലാഭം ഷെയർ ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഷെയറിങ് പ്രോഫിറ്റ് അനദർ ക്യാരക്ടർ. പിന്നെ ഇവർ ഈ ഷെയറിങ് പ്രോഫിറ്റ് ഇവർ റിലേഷൻ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പോകുന്ന? ബിസിനസ്. അപ്പോൾ ദെയർ മസ്റ്റ് ബി എ ബിസിനസ്. അപ്പോൾ ഇതാണ് ആ ഡെഫിനിഷൻ ആദ്യ സെൻറ്റൻസിൽ പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് 3-4 പേരോ അല്ലെങ്കിൽ 3-4 പേര് ചേർന്ന് ബിസിനസ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ കാശ് ഇൻവെസ്റ്റ് ചെയ്യും, ബട്ട് അവർക്ക് ഫുൾ ടൈം എൻഗേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓൺ ബിഹാഫ് അവർക്ക് വേണ്ടി മറ്റുള്ള ഏതെങ്കിലും പാർട്ട്നേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യുക. അങ്ങനെ വരാം. അല്ലെങ്കിൽ എല്ലാവരും ഫുൾ ടൈം എൻഗേജ് ചെയ്ത് ബിസിനസ് നടത്താം. അപ്പോൾ ഏത് വേണമാകാം. അപ്പോൾ ഇവിടെ പാർട്ണർഷിപ്പ് പറയുന്നത് ബിസിനസ് carried on by all or any of them acting for all. ഇതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്, അപ്പോൾ ബിസിനസ്സിലെ ലാഭം ഉണ്ടാക്കി അത് ഷെയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ബിസിനസ് നടത്തുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് നടത്താം, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് 1-2 പേരായിരിക്കും ഫുൾ ടൈം, അല്ലെങ്കിൽ ഒരാളായിരിക്കും ഫുൾ ടൈം എൻഗേജ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടി. അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച മീനിങ്ങിനകത്ത് ആദ്യം പറഞ്ഞ ഒരു കാര്യം വന്നു, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് അല്ലേ. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന ഒരു ബിസിനസ്സാണ് പാർട്ണർഷിപ്പ് ഫേം. ഇതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ബേസിക്കായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ബേസിക്കായിട്ട് വേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ദെർ ഈസ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അവർ തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസം, അല്ലെങ്കിൽ ദെർ മസ്റ്റ് ബി ആൻ എഗ്രിമെൻറ്റ്. അവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2-3 ആൾക്കാർ ചേർന്ന് ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ ഒരു എഗ്രിമെൻറ്റ് വേണം. അപ്പോൾ ഈ എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം അവർ സ്പെസിഫിക്കലായിട്ട് പറയുന്നില്ല കമ്പൾസറി ആയിട്ട് നിങ്ങൾ റിട്ടേൺ എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം ബിസിനസ് തുടങ്ങാനെന്ന്. കമ്പൾസറി ഒന്നുമില്ല. ബട്ട് ഫോർ ദ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ, നമ്മളിപ്പോൾ അപ്രോച്ചിങ് ഫോർ എ രജിസ്ട്രേഷൻ, പാർട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷന് പോവുകയാണെങ്കിൽ
നമ്മൾ കമ്പൽസറി ആയിട്ട് ആ റിട്ടേൺ എഗ്രിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്തായിരുന്നാലും ഒരു പാർട്ണർഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് എഗ്രിമെൻ്റ് ആണ്. അതാണ് ഇവിടെ നമുക്ക് അടുത്ത് പറയാം പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പാർട്ണർഷിപ്പ് പറയുമ്പോൾ ഫോംഡ് വിത്ത് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് ആണല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ബിറ്റ്വീൻ പേഴ്സൺസ് ആണ്. അപ്പോൾ ആ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിലുണ്ടാകുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് ഓറൽ ഓർ ഇൻ റൈറ്റിംഗ് രണ്ടും ആകാം. ഇപ്പോൾ ഓറലും ആകാം, റൈറ്റിംഗ് ആകാം. ഇപ്പോൾ സപ്പോസ് ദർ ഈസ് എ ഡോക്യുമെൻറ്റ് ഇൻ റിട്ടൺ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ പാർട്ണർഷിപ്പ്? അപ്പോൾ മീനിങ് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ റിലേഷൻ, രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടാകുന്ന റിലേഷൻ, അതുപോലെ ഈ റിലേഷന് വേണ്ടി എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ എത്തുന്ന ആൾക്കാർ നമ്മൾ ഓരോരുത്തരെയും പറയുന്ന പേര് പാർട്ട്നേഴ്സ്. ഈ ബിസിനസ്സിന് നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേര് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അതുപോലെ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേസിക് ഡോക്യുമെൻ്റ് ആണ്. റിട്ടേൺ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് മെയിനായിട്ട് കവർ ചെയ്യുന്ന കാര്യം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പോയിട്ടില്ല, മെയിൻ പ്രോബ്ലം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഡീറ്റെയിൽഡ് നോട്ടിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എനിവേ, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് സ്പെസിഫൈ ചെയ്ത ഇത്ര കാര്യമുള്ളൂ. ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഫേമിൻ്റെ പേരെന്താണ്, ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്, ഒബ്ജക്റ്റ് ഓഫ് ബിസിനസ്, മനസ്സിലായില്ലേ? ഇതുമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യവും, പാർട്ട്നേഴ്സ് ഓരോരുത്തർ എത്ര ഷെയറിംഗ് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ണർ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്താ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് ആണ്. ഒരാൾ റിട്ടയർഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നു അയാളെ എങ്ങനെ സെല് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം. അതുപോലെ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഫുൾ ടൈം അവിടെ എൻഗേജ് ചെയ്യുന്നു, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫീസ് എൻറ്റൈറ്റിൽഡ് ഗെറ്റ് സാലറി ഓർ എനി അതർ റെമ്യൂണറേഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം, ഒരുപാട് കാര്യം. അപ്പോൾ നമുക്ക് ഡീഡിൽ ഇതുമായി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യവും ഉൾപ്പെടുത്താം പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം, റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സ്ഥലത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കും. ഫോർ എക്സാമ്പിൾ 2-3 പാർട്ട്നേഴ്സ് ഇടുന്നൊരു ബിസിനസ് പാർട്ണർഷിപ്പ് ഫേം വന്നു, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നു, നമ്മൾ അതിനകത്ത് ഇത്ര ലാഭമുണ്ട്, ഷെയർ ചെയ്യണം. ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യും, ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം ഓരോ പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അവർ ഓരോരുത്തർ ആ റേഷ്യോ പ്രകാരം പ്രോഫിറ്റ് ലോസും ഒക്കെ ഷെയർ ചെയ്യാം. ഇനി പാർട്ണർഷിപ്പ് ഡീഡ് പറയുന്നില്ല, ഇഫ് ഇറ്റ് ഈസ് സൈലൻറ്റ് ആണെങ്കിൽ ഓരോ പാർട്ട്നേഴ്സും ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഈക്വൽ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് ലാഭം ഉണ്ടാക്കിയാൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഡീഡിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ പാർട്ട്നേഴ്സ് റേഷ്യോ എന്ന് പറയാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ അവർ റേഷ്യോ പറയില്ല. ഡീഡിൽ റേഷ്യോ ഉള്ള പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബിസിനസ് ആണെങ്കിൽ ആ ഡീഡ് പ്രകാരമുള്ള റേഷ്യോ അവർ തീർച്ചയായിട്ടും സ്പെസിഫൈ ചെയ്യും. പറയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പാർട്ണർ ഫുൾ ടൈം ബിസിനസ് എൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സാലറി എടുക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു അതിന് കൊടുക്കാം, മറ്റുള്ളവർക്ക് ഒബ്ജക്ഷൻ ഇല്ല. ബട്ട് ദറ്റ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ഇൻ ഡീഡ്, അതർവൈസ് ഹി ഈസ് നോട്ട് ലീഗലി. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, പാർട്ട്നേഴ്സ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇയാൾക്ക് സാലറി എടുത്ത പൈസ തിരിച്ചടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഡീഡിൽ സ്പെസിഫൈ ചെയ്താൽ മാത്രമേ അയാൾക്ക് നിയമപ്രകാരം ബിസിനസ്സിൽ റെമ്യൂണറേഷൻ എടുക്കാൻ അധികാരമുള്ളൂ. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, അതുപോലെ നമുക്ക് പാർട്ട്നേഴ്സ് എടുത്തുകൊണ്ട് വന്ന ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് തരുന്നു എന്ന് വയ്ക്കുക. ആ കേസിലും ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സ് തരേണ്ട ആവശ്യമില്ല, ഡി ഡി പറയണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്തുള്ള കാര്യം. ഇനി ഇൻ കേസ് ഒരു പാർട്ട്നേഴ്സ് ബിസിനസ്സിലോട്ട് ലോൺ വല്ലതും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡ്വാൻസ് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് 6% പാർട്ട്നേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് ഏതൊരു സംശയവുമില്ല, ഡി ഡിയിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് 6% പെർ ആനം. ആരെങ്കിലും ലോൺ പാർട്ട്നേഴ്സ് ബിസിനസ്സിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എടുക്കാം. ക്ലിയർ ആയല്ലോ? ഇതാണ് റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദി പാർട്ണർഷിപ്പ്, റൂൾസ് ടു ബി ഫോളോഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ആബ്സെൻസ് ഉദ്ദേശിച്ച പാർട്ണർഷിപ്പ് ഡീഡ് പറയുന്നില്ല അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് 2 രീതിക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന്
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ആ വേർഡ് മീനിങ് തന്നെ നമുക്കറിയാമല്ലോ. ഫ്ലക്ച്വേറ്റ് മീൻസ് ചേഞ്ച് അല്ലേ, മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഫിക്സഡ് എന്ന് പറഞ്ഞാലോ ദറ്റ് ബി സെയിം ഫിക്സഡ്, എപ്പോഴും ഫിക്സഡ് ആയിട്ടിരിക്കും. ഇതായത് ആ മീനിങ് തന്നെയാണ് അതിനകത്ത് ഇംപ്ലൈഡ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 2-3 പേര് ബിസിനസ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പാർട്ണർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ വർഷവും അവരുമായിട്ട് ബന്ധപ്പെട്ട പല അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടാകും, അല്ലെ ട്രാൻസാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇപ്പം പാർട്ട്നേഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് ഓർ ലോസ് വന്നു അവർ ഷെയർ ചെയ്യണം. അല്ലെ പാർട്ട്നേഴ്സ് ആർക്കെങ്കിലും ഫുൾ ടൈം എൻഗേജ് ചെയ്യുന്നവർക്ക് റെമ്യൂണറേഷൻ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാം. DD പറയുകയാണെങ്കിൽ ഇതെല്ലാം വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യം വരികയാണെങ്കിൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം എന്ത് വന്നാലും പാർട്ട്നേഴ്സുമായിട്ട് ബന്ധം എന്ത് ട്രാൻസാക്ഷൻ വന്നാലും എല്ലാം നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കും പാർട്ട്നേഴ്സിന് ഓരോരുത്തർക്ക്. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ദിസ് അക്കൗണ്ട് വിൽ ചേഞ്ച്, ഫ്ലക്ച്വേറ്റ് ആവും. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് യു ഹാവ് ടു മെയിൻറ്റെയിൻ ഓൺലി വൺ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ അത് പറ്റില്ല. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ ഓരോരുത്തർക്ക് 2 അക്കൗണ്ട് വരയ്ക്കണം. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണം, കറണ്ട് അക്കൗണ്ടും വരയ്ക്കണം. ക്ലിയർ ആയോ? എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ എത്രയാണോ ക്യാപിറ്റൽ ഫിക്സ് ചെയ്യുന്ന ആ എമൗണ്ട്, അതിലൊരു ചേഞ്ചും വരാൻ പാടില്ല. പിന്നെ ഇവർക്ക് എന്തെങ്കിലും അഡീഷൻ, ഇപ്പോൾ പറഞ്ഞ കണക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ സാലറിയോ കമ്മീഷനോ ഷെയറോ പ്രോഫിറ്റോ ലോസോ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാലും ആ ഷുഡ് ബി ഡൺ ഓൺലി ഇൻ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിലേ ചെയ്യാവും. ക്ലിയർ ആയോ? ക്യാപിറ്റൽ അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മാത്രം ഫിക്സഡ്, അതിനകത്ത് വേറെ ഒരു പോസ്റ്റിംഗ് ചെയ്യില്ല. എക്സെപ്റ്റ് ചില അവസരത്തിൽ പാർട്ട്നേഴ്സ് പുതിയ ആൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ റീ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ ചേഞ്ച് വല്ലതും വരുമ്പോൾ അവർ ക്യാപിറ്റൽ ചിലപ്പോൾ അവരെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡീസൽ എടുത്ത് ക്യാപിറ്റൽ റീ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരിക, ക്യാപിറ്റൽ എക്സസ് ഉള്ള സെറ്റ് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ വരുന്ന കേസ് മാത്രമേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാവൂ. ബാക്കിയുള്ള എല്ലാ പോസ്റ്റിങ്ങും നമുക്ക് കറണ്ട് അക്കൗണ്ടിലേ ചെയ്യാം. അത് നമ്മൾ 2 സിമ്പിൾ ഇല്ലസ്ട്രേഷൻ ഇട്ടിട്ടുണ്ട്, എക്സാമ്പിൾ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലിയർ ആയല്ലോ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫ്ലക്ച്വേറ്റിംഗ്, ആദ്യം നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 മെത്തേഡും ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ഇവിടെ AB ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ക്ലിയർ ആയോ? അപ്പോൾ റേഷ്യോ ഉള്ള ക്വസ്റ്റ്യനാണ്, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന എപ്പോഴും ഈ റേഷ്യോയിലായിരിക്കണം. അതുപോലെ ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. 1 ഏപ്രിൽ A കോൺട്രിബ്യൂട്ട് ചെയ്തു, B കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ A ആനുവൽ സാലറി 6,000, B 2,000 കമ്മീഷൻ കിട്ടാനുണ്ട്. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഷെയർ ചെയ്യാനുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ അവരെ ബിസിനസ്സിൽ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഇവരുടെ ചിലവെല്ലാം കഴിച്ച് ബാക്കി ഷെയർ ചെയ്യാനായിട്ടുള്ള പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2 പാർട്ണർ, ഇപ്പോൾ എയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം, ബിയുടെയും. അപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം സാധാരണ എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ 2-3 പരമാവധി 4 പേര് വരെ വരാം. അതിനപ്പുറമൊന്നും സാധാരണ ഒരു ക്വസ്റ്റ്യനിൽ വരാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഡിവിജ്വലായിട്ട് വരയ്ക്കണമെന്നില്ല, കമ്പൈൻഡായിട്ട് വരയ്ക്കാം. ഓക്കെ, കമ്പൈൻഡായിട്ട് വരയ്ക്കുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ കോളം കൊടുത്തിട്ട് എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കോളം വരയ്ക്കും. ബിക്കോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യത്തിനൊക്കെ വളരെ സൗകര്യം, ബിക്കോസ് സിമിലർ ഒരേ നേച്ചറുള്ള പോസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കുക, റെപ്പറ്റീഷൻ കുറച്ച് അവോയ്ഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് പോലെ ചെയ്യാം, കമ്പൽസറി ഒന്നുമില്ല. സെപ്പറേറ്റ് അക്കൗണ്ട് വേണമെങ്കിലും വരയ്ക്കാം. ബട്ട് ഈ കുറഞ്ഞ ആൾക്കാരുള്ളെങ്കിൽ നമുക്ക് ബെറ്റർ ടു മെയിൻറ്റെയിൻ എ കമ്പൈൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കോമൺ ഹെഡിങ് എഴുതുക. ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ചിലവും, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുള്ളൂ. മനസ്സിലായില്ലേ? അതാണല്ലോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ച കാര്യം. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ പോകാം. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റൊക്കെ മനസ്സിലായല്ലോ. സാധാരണ ഓർഡിനറി ലെഡ്ജർ അക്കൗണ്ട്, പിന്നെ ഡേറ്റ് കോളം വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ ഡേറ്റ് കോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരച്ചു. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഇവിടെ മെയിനായിട്ട് പർട്ടിക്കുലേഴ്സ് AB ഡേറ്റ് കോളം വേണമെങ്കിൽ ഇടാം, പ്രശ്നമൊന്നുമില്ല. ഡേറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ഡേറ്റ് ഇവിടെ കൊടുക്കുക, ബാക്കി ഈ ട്രാൻസാക്ഷൻ എല്ലാം ക്ലോസിങ്ങിലായിരിക്കും എഴുതേണ്ടത്. ആ ഡേറ്റ് കോളം വേണമെങ്കിൽ സ്പെസിഫൈ, ഞാൻ ഇവിടെ ഇട്ടില്ലെന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം
എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ റേഷ്യോ നമുക്കിപ്പോൾ ആവശ്യമില്ല, പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ സമയത്ത് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ എ കോൺട്രിബ്യൂട്ട് ബി കോൺട്രിബ്യൂട്ട് അല്ലേ. ഒരു പാർട്ട്ണർ ബിസിനസ്സിലോട്ട് കാശ് മുടക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി നമുക്കറിയാമല്ലോ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഏസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഏസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് പോസ്റ്റിംഗ് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് ഓർ ക്യാഷ്, നമുക്ക് എന്ത് വേണം എഴുതാം, ബൈ ബാങ്ക് ഓർ ക്യാഷ്. ഓക്കെ, 40,000 ക്ലിയർ ആയല്ലോ. അപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ക്ലിയർ ആയല്ലോ. അതിൽ ബിസിനസ് തുടക്കലിലോട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡേറ്റ് ഇടുകയാണെങ്കിൽ ഇവിടെ മാത്രം നിങ്ങൾ 1/4 എന്ന് കൊടുക്കുക. 1st ഏപ്രിലാണ് ബിസിനസ് തുടങ്ങുന്നത്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇയർ എൻഡിലാണ് ചെയ്യുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കഴിഞ്ഞല്ലോ. ഇനി അടുത്തവർ പറയുന്നത് ആസ് പെർ ഡീഡ് പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5%. അല്ലെ, 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏതിനാണ് കാണേണ്ടത്? നമ്മുടെ ക്യാപിറ്റൽ. അത് സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ക്വസ്റ്റ്യനകത്ത് ഒറ്റ പ്രാവശ്യം ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നുള്ളൂ, 50,000 40,000. ഇനി ഇൻ ബിറ്റ്വീൻ മിഡിൽ ഡേറ്റ് വല്ലതും അഡീഷണൽ ക്യാപിറ്റൽ വല്ലതും വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുമ്പോൾ പ്രൊപ്പോർഷൻ, അത് നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ ചെറിയൊരു പാർട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഇടയ്ക്ക് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിന് പ്രൊപ്പോർഷനേറ്റ് എത്ര ദിവസം എന്നുള്ള എത്ര മാസം എന്നുള്ള പ്രൊപ്പോർഷനേറ്റ് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുഴപ്പമില്ല, ഒറ്റ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ 50യുടെ 5% 2,500. ഓക്കെ, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് വേറെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യവുമില്ല, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എ സാലറി. അല്ലേ, സാലറി 6,000 ആർക്ക് മാത്രമേ ഉള്ളൂ? എക്ക് മാത്രമേ ഉള്ളൂ. എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ്. അല്ലേ, എക്ക് മാത്രമാണ് സാലറി ഉള്ളത്. എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാലറി കൊടുക്കുമ്പോഴും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാർട്ട്നേഴ്സ് എക്ക് കാശ് ഇത്രയും കിട്ടാനുണ്ട്. അപ്പോൾ സാലറി അക്കൗണ്ട് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ബൈ സാലറി. എയുടെ കോളത്തിൽ മാത്രമേ എഴുതാവുള്ളൂ, ബിക്കോസ് എക്ക് മാത്രമേ ഉള്ളൂ സാലറി. അതുപോലെ ബി ഈസ് എൻറ്റൈറ്റിൽഡ് ടു കമ്മീഷൻ. അല്ലേ, ബി എൻറ്റൈറ്റിൽഡ് ടു കമ്മീഷൻ 2,000. ബിക്ക് കമ്മീഷൻ എത്രയുണ്ട്? 2,000. ക്ലിയർ ആയല്ലോ. അതുപോലെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ബൈ കമ്മീഷൻ 2,000. ക്ലിയർ ആയോ? പിന്നെ ഇവിടെ പറയുന്ന ഡ്രോയിങ്സ്, രണ്ടുപേരും ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ക്യാപിറ്റൽ ഇവർ പൈസ സ്വന്തം ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ട് വർഷാവസാനം നമ്മൾ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഇത് അവരെ ക്യാപിറ്റൽ അത്രയും കുറയും, അവരെടുത്ത പൈസ അത്രയും കുറയും. ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ കുറയുന്ന ഐറ്റമാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഡെബിറ്റ് സൈഡിൽ ടു ഡ്രോയിങ്സ്. എന്നിട്ട് ഇവിടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 18,000 തന്നു. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2. അപ്പോൾ നമുക്കറിയാം എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് 18,000 ഇൻറ്റു 3:2 ആകുമ്പോൾ 3 + 2 5 അല്ലേ, 3/5. അപ്പോൾ എയുടെ പ്രോഫിറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എയുടെ ഷെയറാണ്. അപ്പോൾ 18,000 ഇൻറ്റു 3/5. 3/5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10,800. മറ്റേ 2/5 കാണുമ്പോൾ 7,200 കിട്ടും. ക്ലിയർ ആയല്ലോ. എന്നിട്ട് നമ്മൾ സാധാരണ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. 10,000 7,200. എന്നിട്ട് നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതൊക്കെ എല്ലാം ക്ലോസ്. ഇവിടെ എല്ലാം നമ്മൾ പോസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവന്ന് പോസ്റ്റിംഗ് ചെയ്തു, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്തു, സാലറി എയുടെ എഴുതി, കമ്മീഷൻ ബിയുടെ എഴുതി, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷെയർ ചെയ്തു, ഡ്രോയിങ്സ് എഴുതി. ക്ലിയർ ആയല്ലോ. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ നോർമലി ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും, ചില എക്സെപ്ഷണൽ കേസിൽ ഡെഫിസിറ്റ് വരാമെന്നുള്ളതല്ലാതെ നോർമലി ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ കൂടാൻ സാധ്യതയുള്ളതായിട്ട് എന്ത് വന്നാലും ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ അക്കൗണ്ട് വന്ന് ക്രെഡിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അയാളുടെ സാലറി കിട്ടാനുണ്ട്, കമ്മീഷൻ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനുണ്ട്, ഷെയർ എന്ത് കിട്ടാനുള്ള എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. അയാളെ നിന്ന് തിരികെ പിടിക്കാനുള്ളത് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ് വരികയാണെങ്കിൽ, എന്തെങ്കിലും കുറയാൻ സാധ്യത ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. ഇതാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിൽ ഒരു കാര്യം ചേഞ്ച് വരാൻ സാധ്യതയുള്ളൂ. നമ്മൾ ചില ക്വസ്റ്റിനകത്ത് ഇവിടെ ഇത് പറഞ്ഞു, പുതുതായിട്ട് കോൺട്രിബ്യൂട്ട് അല്ലെ, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിന് പകരം ചില ക്വസ്റ്റിനകത്ത് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് എ ആൻഡ് ബി സ്റ്റുഡ് ആസ്
ഓൺ ഫസ്റ്റ് ഏപ്രിൽ ക്യാപിറ്റൽ ബാലൻസ് എ ആൻഡ് ബി ഷുഡ് ആസ് റുപ്പീസ് ഇത്രയെന്ന് പറഞ്ഞ് തരും ചില ക്വസ്റ്റ്യനകത്ത്. ദാറ്റ് മീൻസ് അത് കഴിഞ്ഞ വർഷം കൊണ്ട് കണ്ടിന്യൂയിങ് പാർട്ണർഷിപ്പ് ഫേമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ബൈ ബാങ്ക് എഴുതാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ബൈ ബാലൻസ് ബ്രോഡൗൺ, ഇത് ബൈ ബാലൻസ് ബ്രോഡൗണേ എഴുതാവും ഇവിടെ. ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യനിൽ ഒരു പുതുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ബൈ ബാങ്ക് എഴുതിയത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ക്ലിയർ ആയല്ലോ. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതേ പാറ്റേൺ തന്നെ, വേറെ ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ വരുന്ന വ്യത്യാസം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കും, ഒരു അഡീഷണൽ കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും വരയ്ക്കണം, കറണ്ട് അക്കൗണ്ടും വരയ്ക്കണം. ക്ലിയർ ആയോ? എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവർ കൊണ്ടുവന്ന 50,000 40,000 ആദ്യം എയും ബിയും കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് അത് മാത്രമേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്ത എല്ലാ കാര്യവും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് എല്ലാം, ദിസ് ആൾ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഷെയർ ഓഫ് പ്രോഫിറ്റ് എല്ലാം നമ്മൾ കറണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ ഡ്രോയിങ്സ് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ക്ലിയർ? ഇതേ ഉള്ളു ചേഞ്ച്, ഫിക്സഡും ഫ്ലക്ച്വേറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം. ഇനി അക്കൗണ്ട് ബാലൻസിങ് അറിയാമല്ലോ. ബാലൻസിങ് നമ്മൾ വേറെ എന്തായാലും മിക്കവാറും ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ ഫിക്സഡ് ആയിരുന്നാലും ഫ്ലക്ച്വേറ്റിംഗ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. നമ്മൾ ടോട്ടൽ എഴുതുക, സെയിം ടോട്ടൽ ഇവിടെ എഴുതുക. അതിൽ നിന്ന് 3,000 കുറച്ച് ഡിഫറൻസ് ബാലൻസ് ക്യാരി ചെയ്താൽ അത് തന്നെ ബ്രോഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നോർമലി ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അവർ എത്ര ക്യാപിറ്റൽ കൊണ്ടുവരുന്നു ആ ബാലൻസ് തന്നെയായിരിക്കും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ബിക്കോസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ അവിടെ ചേഞ്ച് വരില്ല. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും റിമെയിൻ ഫിക്സഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ 40,000 തുടങ്ങി, ആ 40,000 തന്നെയാണ് ക്ലോസിംഗ് ബാലൻസ്, മാറ്റമൊന്നുമില്ല. ബട്ട് ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കറണ്ട് അക്കൗണ്ട്. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ചിലപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ വരാം, ബാലൻസ് ഒക്കെ തിരിഞ്ഞും പറഞ്ഞൊക്കെ വരാം. നോർമലി ക്രെഡിറ്റ് ബാലൻസ് ഇപ്പോൾ കിട്ടാൻ കൂടുതലുണ്ടെങ്കിൽ ക്രെഡിറ്റ് വരും, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസും വരാം. ക്ലിയർ ആയല്ലോ? ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രോഫിറ്റ്, പാർട്ട്നേഴ്സിൻ്റെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, അതാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടതിന് ശേഷം അവർ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഫേമെല്ലാം അവർ സാധാരണ രണ്ട് രീതിക്ക് തന്നെ ചെയ്യും. നമ്മൾ P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ്, കാരണം ബിസിനസ്സിൽ നിന്ന് ആക്ച്വൽ എത്ര ലാഭം കിട്ടി കണ്ടുപിടിക്കും. അതിന് ശേഷമായിരിക്കും ഈ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ എൻട്രി ചെയ്യുന്നത്. പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ സാലറിയോ കമ്മീഷൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ അവർക്ക് ഡിവൈഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് ആയിരിക്കും അവർ സാധാരണ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നു പ്രോഫിറ്റ് ഓഫ് ദ ഫേം എൻഡഡ് ആഫ്റ്റർ, അല്ലേ? പാർട്ട്നേഴ്സിൻ്റെ സാലറിയും കമ്മീഷനും എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ് നമുക്ക് തന്നിരുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റ് പിന്നെ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് ഡയറക്റ്റ് ഷെയർ ചെയ്യാം. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് വരുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇവിടെ എക്സ് ആൻഡ് വൈ ബാക്കി ക്യാപിറ്റൽ കൊണ്ടുവന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവിടെ പ്രോഫിറ്റിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദ ഇയർ എൻഡഡ് 31st March ബിഫോർ എബോവ് മെൻഷൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കിടക്കുന്ന 35,000 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35,000 പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ സാലറിയോ കമ്മീഷനോ ഒന്നും കുറച്ചിട്ടില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാത്ത പ്രോഫിറ്റാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. ഷെയർ ചെയ്താൽ നമ്മൾ കണക്കെല്ലാം തെറ്റും, അല്ലേ? അവർക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറി എല്ലാം കഴിഞ്ഞ് ഫൈനൽ പ്രോഫിറ്റേ നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ബിഫോർ വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടും കൂടെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു അക്കൗണ്ടും കൂടെ നമ്മൾ വരയ്ക്കേണ്ടി വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം, അതിനോടൊപ്പം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കൂടെ വരയ്ക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്ലിയർ ആയോ? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വരയ്ക്കും. എപ്പോഴാണ് വരയ്ക്കുന്നത് മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ബിഫോർ എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ, ഇവിടെ പ്രോഫിറ്റ് തന്നേക്കുന്ന ബിഫോർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കൂടെ വരയ്ക്കേണ്ടി വരും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെയും നമുക്ക് വേറെ മാറ്റമൊന്നുമില്ല, ആദ്യത്തെ കേസൊക്കെ സെയിം തന്നെ. ഇപ്പോൾ ഇങ്ങനെ വന്നാൽ ബിഫോർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ജോലി ഈ 35,000 എടുത്തിട്ട് 35,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ് എഴുതണം. ക്ലിയർ ആയോ? ഈ 35,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് 35,000. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം ഇത് ചെയ്യും. ബിക്കോസ് ഈ 35,000 നമ്മൾ ബാക്കിയുള്ള ചിലവും വരവും എല്ലാം എടുത്തിട്ട്
ഷെയർ ചെയ്യാം. ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡ്. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് എല്ലാം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എൻട്രീസ് വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ലെഡ്ജർ, സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ചോദിക്കും. അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചോദിച്ചാൽ എങ്ങനെ എഴുതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ തൽക്കാലം നമുക്കിത് ആദ്യം ലെഡ്ജർ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് ജേണലോട്ട് വരാം. അപ്പോൾ ഇവിടെ 35 ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം തൊട്ട് ഓരോ ട്രാൻസാക്ഷൻ വായിക്കുക. അപ്പോൾ XY ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് കോൺട്രി. അപ്പോൾ രണ്ടുപേരും X Yയും കോൺട്രിബ്യൂട്ട് ചെയ്തു, 50-40 കോൺട്രിബ്യൂട്ട് ചെയ്തു. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ ഡിസൈഡ് ബൈ ബാങ്ക് 50-40. അപ്പോൾ ഇത് നമുക്കൊരു ഡൗട്ട് വരാം, ഈ ഒരു ഐറ്റം നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനെ ബാധിക്കുമോ? ഇത് ഒരു കാരണവശാലും ബാധിക്കില്ല. ബിക്കോസ് അയാൾ ബിസിനസ്സിലോട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് ബിസിനസ്സിനെ സംബന്ധിച്ച് വരവോ ചിലവോ ഒന്നുമല്ല. ഇത് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുക, ബിസിനസ്സിനെ സംബന്ധിച്ച് ക്യാഷ് കിട്ടും, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റിയാണ്, പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള പൈസ. ഇത് നമ്മളെ വരവോ ചിലവോ അല്ല. അതുകൊണ്ട് ഈ ക്യാഷ് ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇവിടെ നിന്ന് അവർ സ്വന്തം ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകുന്ന ഡ്രോയിങ്സും ഇത് രണ്ടും നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ക്ലിയർ ആയല്ലോ? ഇത് രണ്ടും നമ്മൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിൽ വരില്ല ഒരു കാരണവശാലും. അപ്പോൾ ആദ്യത്തെ എൻട്രി നമ്മൾ ബൈ ബാങ്ക് എഴുതി, കുഴപ്പമില്ലല്ലോ. രണ്ടുപേരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിൻ്റെ എൻട്രി ചെയ്തു. ഇനി അടുത്ത് പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, രണ്ടുപേർക്കും 5%. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ എമൗണ്ടിന് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2500 2000. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ മുടക്കിയ കാശിന് ബിസിനസ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ദറ്റ് ഈസ് എക്സ്പെൻസ് അല്ലേ? നമ്മൾ ആ പൈസയ്ക്ക് പലിശ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ബിസിനസ് പോയിന്റ് ഓഫ് ചിന്തിക്കുകയാണ്, ഇത് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഈ സെയിം എമൗണ്ട് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി, ഇൻഡിവിജ്വൽ പോസ്റ്റിംഗ് വേണമെന്നില്ല. ഓക്കെ, ഇവിടെ രണ്ടുപേർക്കുണ്ട് 2500 2000, രണ്ടുപേരും കൂടെ ചേർന്ന്. അല്ല നിങ്ങൾക്ക് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഇന്ന കോളത്തിൽ എയുടെയും ബിയുടെയും ഇത്രയാണെന്നുള്ള വേണമെങ്കിൽ കാണിക്കാം, സ്പെസിഫൈ ചെയ്യാം. ബിക്കോസ് നമ്മൾ ആദ്യത്തെ എൻട്രിയിൽ മാത്രം വരും. പിന്നെ കമ്പൈൻഡ് എൻട്രി എഴുതി കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒറ്റ ഫിഗർ ആയിട്ടായിരിക്കും കിടക്കുക. നമ്മൾ ഒറ്റ എൻട്രി ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അതുപോലെ അടുത്ത 2 കേസ് പറയുന്നത്, ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു, പിന്നെ പാർട്ട്നേഴ്സ് ആസ് പെർ ഷിഫ്റ്റ് ആനുവൽ സാലറി 5000, വൈക്ക് 3500 കമ്മീഷൻ അല്ലേ? എക്സിന് സാലറി ഉണ്ട്, വൈക്ക് കമ്മീഷനുണ്ട്. അപ്പോൾ സാലറി ബൈ സാലറി, എക്സിൻ്റെ സാലറി 5000. ക്ലിയർ ആയല്ലോ? 5000. അപ്പോൾ ഇതും ബിസിനസ്സിൻ്റെ ചിലവാണ്. അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സാലറി എക്സ് അല്ലേ 5000. അതുപോലെ കമ്മീഷൻ, വൈക്ക് കമ്മീഷൻ ഒരു 3500, കമ്മീഷൻ വൈയുടെ കോളത്തിൽ കമ്മീഷൻ 3500. അതും നമ്മൾ കമ്മീഷൻ ഇത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ബിസിനസ്സിൻ്റെ ചിലവാണ്, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനി അടുത്തവർ പറയുന്നത് ഡ്രോയിങ്സ് അല്ലേ? രണ്ടുപേരും ഡ്രോയിങ്സ് പറയുന്നുണ്ട്. 5000 6000 ആണ്. എക്സിന് 5, വൈക്ക് 6000. ഓക്കെ, ഡ്രോയിങ്സ് അല്ലേ? ഡ്രോയിങ്സ് എക്സ് 5000, വൈ 6000. ക്ലിയർ ആയോ? ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 5000 6000. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പറയുന്നുണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? 450 ആൻഡ് 550. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഡ്രോയിങ്സ് നമ്മളിവിടെ ഇട്ട പൈസ അയാൾ കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. ബിസിനസ്സിൻ്റെ വരവും ചിലവല്ല. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇയാൾ എടുത്തുകൊണ്ടുവന്ന പൈസയ്ക്ക് ബിസിനസ്സിലോട്ട് പലിശ തരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡ് ആയിരുന്നു. ക്ലിയർ ആയോ? ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് നമ്മൾ ഈ പറഞ്ഞിടക്ക് രണ്ടും കൂടെ കൂട്ടി ഒരുമിച്ച് എഴുതാം. എന്നിട്ട് നമ്മൾ ഈ 35,000 കൂടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം നമ്മൾ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടി കൂട്ടി 36,000. ഈ 36,000 നമ്മുടെ ഈ ചിലവെല്ലാം കുറച്ച് 23,000 കിട്ടും. ദിസ് ഓൺലി യുവർ ടു ഷെയർ ടു ഓൾ പാർട്ടീസ്. നമുക്ക് ഷെയർ ചെയ്യാൻ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 23,000 ആണ്, അല്ലാതെ 35,000. ഈ 23,000 നമ്മൾ ഷെയർ ചെയ്യുക, ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ടല്ലോ 3:2. ആ റേഷ്യോയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ 13,800 9,200 വരും ഓരോരുത്തർക്ക് ഷെയർ ചെയ്യുമ്പോൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൊടുത്തിട്ട് ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ലെഡ്ജർ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇത് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ 71,300. അതിൽ നിന്ന് നമുക്ക് ഇവിടെ 2 ഐറ്റം കുറയ്ക്കണം, കുറച്ചിട്ട് ബാക്കി 65,850 ബാലൻസ് ക്യാരി ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാലൻസ് മോഡൽ. പിന്നെ പാർട്ട്നേഴ്സിന് എന്ത് ചിലവ് കൊടുത്താലും നമ്മളത് പി ആൻഡ് എൽ അക്കൗണ്ട് എന്ത് ചിലവ് കൊടുത്താലും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്ലിയർ ആയോ?
അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയിപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രീസ്. അപ്പോൾ ജേണൽ എൻട്രീസ് മിക്കവാറും ക്വസ്റ്റ്യനകത്ത് നമുക്ക് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മെയിൻ ജേണലിക്കകത്ത് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ആൾസോ പാസ് നെസസറി ജേണറീസ് ഇൻ കണക്ഷൻ വിത്ത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. ഇതായിരിക്കും മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ കാണുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ. പി ആൻഡ് എൽ അപ്രോപ്രിയേഷനുള്ള എൻട്രി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ രണ്ടുപേരും ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഡ്രോയിങ്സ് കൊണ്ടുപോയി, ഇതൊന്നും നമ്മളെ കണക്കിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം, അതായത് അവർ കൊടുത്ത സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇത് മാത്രമേ നമ്മൾ ജേണറി മതി. ഓക്കെ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട എൻട്രി നമ്മൾ ആദ്യം പറഞ്ഞു പി ആൻഡ് എൽ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എഴുതും. നമ്മൾ തന്നിട്ടുള്ള പ്രോഫിറ്റ് പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എഴുതി ബൈ പി ആൻഡ് എൽ അല്ലേ, ബൈ പി ആൻഡ് എൽ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജേണറി എന്തായിരിക്കും? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ ബൈ പി ആൻഡ് വരുമ്പോൾ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. ഇതാണ് ഒന്നാമത്തെ എൻട്രി. ക്ലിയർ ആയോ? പി ആൻഡ് എൽ അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഫസ്റ്റ് എൻട്രി. എന്നിട്ട് നറേഷ് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമ്മൾ അടുത്ത് പറഞ്ഞു ഇവർക്ക് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 പേർക്കും കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ കമ്പൈൻഡ് എൻട്രി എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സിന് 2500 വൈക്ക് 2. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജേണറി എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെറ്റർ ടോട്ടൽ എമൗണ്ട് 4500 എഴുതിയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4000 ടു എക്സ് 2500 വൈ 2000. ക്ലിയർ ആയോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ എമൗണ്ട് എഴുതണം 4500 ടു എക്സ് വൈസ് ക്യാപിറ്റൽ. ക്ലിയർ ആയോ? ഇതാണ് രണ്ടാമത്തെ എൻട്രി. എന്നിട്ട് നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയായി? 4500 ഡെബിറ്റ് വന്നു. ദിസ് എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഡെബിറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് പകരം പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഡെബിറ്റ് ചെയ്യുക. അതാണ്. അപ്പോൾ ഏത് ചിലവ് വന്നാലും ഇതുപോലെ നമ്മൾ 2 എൻട്രി എഴുതണം. ആദ്യം അവർക്ക് കൊടുക്കുന്ന എൻട്രി കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെൻസ് ആണ്, ആ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഇയർ എൻഡ് നമ്മൾ നോർമലി സ്വാഭാവികമായിട്ട് ബിസിനസ്സിൽ ചെയ്യുന്ന കണക്ക് തന്നെ നോർമൽ അക്കൗണ്ട് എല്ലാ എക്സ്പെൻസ് എല്ലാം ഇയർ എൻഡ് ട്രാൻസ്ഫർ ടു പി ആൻഡ് അക്കൗണ്ട്. ആ പ്രോസസ്സേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ പാർട്ട്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സാധനം ആയതുകൊണ്ട് ടു ബി ട്രാൻസ്ഫർ ടു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അത്രയേ ഉള്ളൂ ചേഞ്ച്. ക്ലിയർ ആയല്ലോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു സാലറി എക്സിന് കൊടുക്കണം. എക്സിൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡ് ബൈ സാലറി. അപ്പോൾ ജേണറി എന്താണ്? സാലറി അക്കൗണ്ട് അറ്റർ ടു എക്സ് ക്യാപിറ്റൽ. ക്ലിയർ ആയോ? എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും ഈ സാലറി ചിലവാണ്, അതിന് നമ്മൾ പി ആൻഡ് എൽ ട്രാൻസ്ഫർ ചെയ്യണം ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റർ ടു സാലറി. അതുപോലെ നെക്സ്റ്റ് കമ്മീഷൻ വൈകി കൊടുക്കുന്നു. സെയിം കണ്ടോ, എല്ലാം ഒരേ നേച്ചറാണ്. നിങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. എക്സ്പെൻസ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ബൈ ആണ് വരുന്നത്. അപ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റലാണ് എൻട്രി. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അറ്റർ ടു ദാറ്റ് എക്സ്പെൻസ്. അതാണ് ഇവിടെയും വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഫൈനലി ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന എൻട്രി, അത് നമുക്ക് എത്രയാണോ ടെസ്റ്റ് കിട്ടുന്നത് അതനുസരിച്ച് എക്സ് ക്യാപിറ്റൽ അതുപോലെ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടോ? 2 ഐറ്റം ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് എഴുതാൻ. അപ്പോൾ നമ്മൾ ഇവിടെ ജേണൽ എഴുതുമ്പോൾ എക്സ് ക്യാപിറ്റൽ ഡെറ്റർ 450 വൈസ് ക്യാപിറ്റൽ ഡെറ്റർ 550 ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ക്ലിയർ ആയോ? അതാണ് ഇവിടെ എക്സ് ക്യാപിറ്റൽ ഡെറ്റർ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തേക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യണം, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അതായത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ്റെ ക്രെഡിറ്റ് സൈഡ് ഇൻകം ആണ് ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഫൈനലി നമ്മൾ ആ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ക്ലോസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് ഷെയറിങ്ങിൻ്റെ എൻട്രി. ഇത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് വൈ. ഈ എൻട്രിയാണ് നമ്മൾ ഫൈനൽ ലാസ്റ്റ് എഴുതേണ്ടത്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടോട്ടൽ 23,000 ടു എക്സ് ക്യാപിറ്റൽ ടു വൈസ് ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എപ്പോഴാണ് നമ്മൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടത്? മനസ്സിലായല്ലോ? ക്വസ്റ്റ്യനകത്ത് ബിഫോർ എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ. പിന്നെ ചില ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. ചില ക്വസ്റ്റ്യനകത്ത് അവർ എല്ലാ ഐറ്റം ചിലപ്പോൾ നമുക്ക് വിട്ടുപോയി കാണില്ല. ചിലപ്പോൾ പ്രോഫിറ്റ് തരുന്നതിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമേ ഒമിഷൻ വന്നിട്ടുണ്ടാവുള്ളൂ.
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമേ ഓമിഷൻ വന്നു, അങ്ങനെയുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഐറ്റം മാത്രം നമ്മൾ അപ്രോപ്രിയേഷൻ കുറച്ചിട്ട് ബാക്കി ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഒരു ഐറ്റം എടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് P&L അപ്രോപ്രിയേഷൻ ഡെബിറ്റ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ പാർട്ടും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിവിടെ P&L അപ്രോപ്രിയേഷൻ വരയ്ക്കുന്ന അക്കൗണ്ട് വേറെ ഒന്നുമില്ല, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന എല്ലാ ചിലവും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ബട്ട് അതേസമയം P&L അപ്രോപ്രിയേഷൻ ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സിൻ്റെ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് നമ്മൾ P&L അപ്രോപ്രിയേഷൻ ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് ടു ബി ഷെയർഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് ആദ്യം ഈ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ക്ലിയർ ആയാലും എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചെറിയ ഏരിയ, മിക്കവാറും +2 സ്റ്റുഡൻസിനൊക്കെ മിക്കവാറും ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് സാധാരണ ഓപ്പണിംഗ് ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, 50,000 കൊണ്ടുവന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% ചാർജ് ചെയ്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അവരിടയ്ക്ക് ക്യാപിറ്റൽ വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഇപ്പോൾ ഓപ്പണിങ്ങിൽ ഒരു 50,000 ഉണ്ടായിരുന്നു, നമ്മൾ ആ 50,000 ഫുൾ 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. മനസ്സിലായോ? എന്നിട്ട് ഇയാൾ ഇടയ്ക്ക് വന്നൊരു 10,000 രൂപ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ കൊണ്ടുപോയ എമൗണ്ടിന് പലിശ കണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 50,000 രൂപ ഫസ്റ്റ് ഏപ്രിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു ഫസ്റ്റ് ജൂലൈ ആയപ്പോൾ ഇയാളൊരു 10,000 കൊണ്ടുപോയി. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ആദ്യം 50,000 ഫുൾ 1 ഇയറിന് കാണുക. പിന്നെ 10,000 ഏപ്രിൽ മെയ് ജൂൺ 3 മാസം കഴിഞ്ഞ് ബാക്കി 9 മാസത്തെ 3 മാസം കഴിഞ്ഞ ഉടൻ ഇയാൾ എത്ര കൊണ്ടുപോകുന്നു? 10,000 വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ആ 10,000-ന് 9 മാസം പലിശ കണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അങ്ങനെ ചെയ്യാം, ഒരു ഓപ്ഷൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓപ്പണിങ്ങിൽ 50,000 ഉണ്ടായിരുന്നു, ആദ്യത്തെ 3 മാസം 50 ഉണ്ട് അല്ലേ, 50 ഉണ്ട്. ജൂലൈ ആയപ്പോഴത്തേക്ക് ഇയാൾ അന്ന് 10 കൊണ്ടുപോയി, പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ? 40 ഉള്ളൂ. അപ്പോൾ നമ്മൾ 40,000 ആദ്യം 50,000-ന് 3 മന്ത്സിന് ഇൻട്രസ്റ്റ് ആണ്, അതിൽ നിന്ന് 10 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 40,000-ന് ബാലൻസ് ഉള്ള 9 മാസത്തേക്കാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുക, രണ്ട് ആൻസർ ഒന്നായിരിക്കും. ഒന്നുകിൽ 50,000 ഫുൾ 1 ഇയറിൽ ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ എന്നാണോ വിഡ്രോ ചെയ്ത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ വിഡ്രോ ചെയ്ത ഡേറ്റ് തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെ എത്ര ഇൻട്രസ്റ്റ് വരും അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അല്ലെങ്കിൽ ക്യാപിറ്റൽ 3 മാസത്തെ ക്യാപിറ്റൽ ബാലൻസ് എത്ര? 50. അത് കഴിഞ്ഞ് എത്രയായി? 40. ഇനി ഇടയ്ക്ക് അഡീഷൻ വന്നാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ഡിസംബർ ആയപ്പോൾ ഇയാൾ വീണ്ടും ഒരു 20,000 കൊണ്ടുവന്നു എന്ന് വയ്ക്കുക. അപ്പോൾ 40 ആയിരുന്നു, വീണ്ടും 20 കൊണ്ടുവന്ന് 60 ആയി ഡിസംബർ. അപ്പോൾ നമ്മൾ ഡിസംബർ തൊട്ട് അടുത്ത 3 മാസത്തേക്ക് ഇത് കാണും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് 50,000 ഓപ്പണിങ്ങിന് ഫുൾ 1 ഇയർ കാണുക. ഇയാൾ ക്യാപിറ്റൽ വിഡ്രോവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതിനോട് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൺഫ്യൂസ് ആക്കേണ്ട കാര്യമില്ല. പിന്നെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാം ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സാണ്, ഓപ്പണിംഗ്, ബി വിഡ്രോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായി തരും. അപ്പോൾ സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് മാറ്റി എഴുതിയിടാം. എയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര, എന്ന് വിഡ്രോ ചെയ്തു, ബി എന്ന് കൊണ്ടുവന്നു, നോട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ പ്രശ്നമില്ല. മറ്റത് രണ്ടും കൂടി കൺഫ്യൂഷനാണ്. അങ്ങോട്ട് ഇന്ന ഡേറ്റ് കൊണ്ടുവന്നു, ബി ഇന്ന ഡേറ്റ് കൊണ്ടുവന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ തരും. അല്ലാതെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ഈ രണ്ട് ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഏത് വേണം ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന ഒരു മെത്തേഡേ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് മറ്റേ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ചെയ്തേക്കുന്ന മെത്തേഡ് ഞാൻ ഇത്രയേ ഉള്ളൂ, ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊണ്ടുവന്ന് ഇടയ്ക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പീരീഡ് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആ ഒറിജിനൽ എമൗണ്ട് കാണും. കൊണ്ടുപോയതിന് ശേഷമുള്ള ബാലൻസ് അഡ്ജസ്റ്റഡ് ഫിഗറിന് ബാക്കി മന്ത്ലി കാണും. ഇത്രയേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വളരെ ഈസി ആയിട്ടുള്ള ഏരിയയാണ്, അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് വേറെ ഒന്നുമില്ല, A50 60 ഇവിടെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എക്ക് 50,000 5%, ബിക്ക് 60,000 5%. ഇത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ AB. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, ഇവിടെ AB കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് A എന്നാ വിഡ്രോ ചെയ്ത ഫസ്റ്റ് ജൂലൈ, ബി വിഡ്രോ ചെയ്തിരുന്ന 10,000. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. എക്ക് 50,000-ന് 5% ഫോർ ഫുൾ 1 ഇയർ കാണുക, എന്നിട്ട് അതിൽ നിന്ന് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിഡ്രോവൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിഡ്രോവൽ മൈനസ് ചെയ്താൽ മതി. വിഡ്രോ ചെയ്ത് എന്നാട്ട് കൊണ്ട് ഫസ്റ്റ് ജൂലൈ കൊണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് 9 മന്ത്സ്. അപ്പോൾ 10,000-ൻ്റെ നമ്മൾ 5% 9 മന്ത്സ് ഉണ്ട്, അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് കണ്ടോ, അപ്പോൾ ഏപ്രിൽ ടു ജൂൺ വരെ ഇയാളിൽ 50,000 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 10 കുറച്ചു, ബാക്കി ജൂലൈ തൊട്ട് ബാക്കി 40,000 കണ്ടു. ഇനി ഇടയ്ക്ക് അഡീഷണൽ ക്യാപിറ്റൽ വരികയാണെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക, ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയല്ലോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ. ഇനി ബി എന്നാ കൊണ്ടുപോയത്
ഡിസംബറാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എക്ക് ഏപ്രിൽ ടു ഡിസംബർ വരെ നമുക്ക് 60,000 കാണാം. അത് കഴിഞ്ഞിട്ടാണ് എക്ക് 10 കുറഞ്ഞത്. ബാക്കി 3 മന്ത്സേക്ക് കാണും. അല്ലെങ്കിൽ ഇവിടെയും ആദ്യം നമ്മൾ 60,000 ഫുൾ 1 ഇയർ കാണുക, എന്നിട്ട് ഈ 10,000 ഫോർ 3 മന്ത്സ് കണ്ട് മൈനസ് ചെയ്യുക. രണ്ട് ആൻസർ ഒന്നായിരിക്കും. അഡീഷണൽ ക്യാപിറ്റൽ വന്നാലും നമ്മൾ ഇതുപോലെ ചെയ്യുക. ഇവിടെ റീ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 1 ഏപ്രിൽ 31 നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് ഇപ്പോൾ ജൂൺ 30th ജൂൺ ഇയാൾ 50,000 ഉണ്ടാകും. ജൂലൈ ആയപ്പോൾ ഇയാൾ 10,000 കൊണ്ടുപോയി. ഇനി എഗെയിൻ 1 ജനുവരി ആയപ്പോൾ വീണ്ടും ഒരു 20,000 ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഒരു സ്പ്ലിറ്റ് കൊടുത്താൽ മതി. ജൂലൈ ടു ഡിസംബർ വരെ കാണുക 40,000. വീണ്ടും 20,000 ജനുവരി വന്നിട്ടുണ്ടെങ്കിൽ 40 + 20 60ക്ക് അടുത്ത 3 മാസത്തേക്ക് കാണുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് വലിയ കൺഫ്യൂഷൻ ഒന്നുമുള്ള കേസൊന്നുമല്ല. ഇനി അടുത്ത് നമുക്കുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനകത്ത് നമുക്ക് വരുന്ന ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. 4 ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ കൺഫ്യൂഷനൊന്നുമില്ല. ഒന്നെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പം ആദ്യം ഒരാൾ പൈസ വിഡ്രോ ചെയ്യുന്നു, പേഴ്സണൽ പർപ്പസിന് കാശ് കൊണ്ടുപോകുന്നു, ഡേറ്റും റേറ്റും ഒക്കെ തരും. ദെൻ നോ പ്രോബ്ലം. നമുക്ക് എത്രയാണോ ആ ഡേറ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ഡേറ്റ് അനുസരിച്ച് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ നമുക്കിവിടെ ഡേറ്റും വിഡ്രോവൽ ഡേറ്റും ഒക്കെ തരികയാണെങ്കിൽ എത്ര രൂപ വിഡ്രോ ചെയ്തു അല്ലേ, നമുക്ക് എത്ര വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എ ബി 1 ഏപ്രിൽ പാർട്ട്നേഴ്സിൻ്റെ എ വിഡ്രോ ചെയ്തെന്ന 1 ഏപ്രിൽ 2016 എ വിഡ്രോ അല്ലേ. 1 ഏപ്രിൽ എ വിഡ്രോ ചെയ്തു, എമൗണ്ട് ഓഫ് ₹5,000. അപ്പോൾ എ സംബന്ധിച്ച് 1 ഏപ്രിൽ വിഡ്രോ ചെയ്തു. ദാറ്റ് മീൻസ് എൻ്റയർ ത്രൂ ഔട്ട് ഫുൾ 1 ഇയറും അയാൾ ഇൻട്രസ്റ്റ് കൊടുക്കണം വേണ്ടേ. അപ്പോൾ എയുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ 1 ഏപ്രിൽ ടു ഫുൾ 1 ഇയർ 5% കാണും. ക്ലിയർ ആയല്ലോ. ഇനി ബി വിഡ്രോ ചെയ്തെന്ന 3,000 ഓൺ 1 ഓഗസ്റ്റ് അല്ലേ. 1 ഓഗസ്റ്റിനാണ് ബി വിഡ്രോ ചെയ്തേക്കുന്നത്. 1 ഓഗസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റ് ആകുമ്പോൾ നമ്മൾ എത്ര മാസം. അപ്പോൾ 1 ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റും കൂടെ ചേർത്തെടുക്കണം. 31 ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് വിടായിരുന്നു. 1 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലേ. 8 മന്ത്സിൻ്റെ കാണണം. ഇത്രയേ ഉള്ളൂ. 3,500 × 5% × 8/12. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റും ഒക്കെ തന്നിട്ട് ആ പ്രൊപ്പോർഷനേറ്റ് കാണണം. ക്ലിയർ ആയോ. ഇനി ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഡേറ്റ് തരില്ല. ഡേറ്റ് തന്നില്ലെങ്കിൽ നമ്മൾ ആവറേജ് 6 മന്ത്സിലേക്കാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ആവറേജ് 6 മന്ത്സ് എന്നെടുത്തെന്ന് പറയുന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും ഡേറ്റ് ഈസ് നോട്ട് ഗിവൺ, നമ്മൾ ആവറേജ് 6 മന്ത്സ് കൺസിഡർ ചെയ്താൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ആവറേജ് 6 മന്ത്സ് എടുക്കണം. ക്ലിയർ ആയോ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദി ഇയർ എക്സ് വിഡ്രോ 3,000, വൈ വിഡ്രോ 4,500. ആസ് പെർ ഡീഡ് 10%. മാത്രമേ ഉള്ളൂ. അവരൊന്നും പറയുന്നില്ല. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് പറയുന്നുണ്ട് അല്ലേ, 2016. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എ 3,500 × 10% ആവറേജ് 6 മന്ത്സ് കാണും. അപ്പോൾ ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ ആവറേജ് 6 മന്ത്സ്. ഇനി അടുത്ത മോഡൽ പറയുന്നത് ഇവർ ഇപ്പോൾ XY 3 പാർട്ട്നേഴ്സ് ഉണ്ട്. മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ വിഡ്രോ ചെയ്യുന്ന ഒരു റെഗുലർ എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കും. ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ റെഗുലർലി എല്ലാ മാസവും എടുക്കും. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം 1000 രൂപ എല്ലാ മാസവും എടുക്കുമെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ഡ്രോയിങ്സ് 1000 × 12. അപ്പോൾ 12,000 ആയിരിക്കും ടോട്ടൽ ഡ്രോയിങ്സ്. ഫസ്റ്റ് യു ഹാവ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഡ്രോയിങ്സ്. എന്നിട്ട് ഇവിടെ 3 ഓപ്ഷൻ സാധാരണ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ബിഗിനിങ് ഓഫ് ഇയർ, എല്ലാ വർഷവും ബിഗിനിങ് എടുക്കും, അല്ലെങ്കിൽ എല്ലാ വർഷവും മിഡിൽ എടുക്കും, അല്ലെങ്കിൽ എല്ലാ വർഷവും എൻഡ് ഓഫ് ദ ഇയർ എടുക്കും. ഇങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ബിഗിനിങ് ഓഫ് ഇയർ എടുക്കുകയാണെങ്കിൽ, നമ്മൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ആവറേജ് ഡ്യൂ ഡേറ്റ് കാണുന്നത്, ആവറേജ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിഗിനിങ് ഓഫ് ഇയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ 6.5 മാസത്തേക്കാണ്. 12 + 1/2. ക്ലിയർ ആയോ. ബിഗിനിങ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ. ഇനി മിഡിൽ ഓഫ് എവരി മന്ത് ആണെങ്കിൽ ആവറേജ് 6 മന്ത്സ്, 12/2 ആവറേജ് 6 മന്തിലേക്ക് എടുക്കും. ഇനി എൻഡ് ഓഫ് എവരി മന്ത് ആണെങ്കിൽ 12 - 1/2 ആവറേജ് 5.5 മന്ത്സിന് കാണും. ക്ലിയർ ആയോ. അപ്പോൾ ഇത് 3 ഓർത്തിരുന്നോളാം. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയർ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും റെഗുലറായിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മളെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എക്സ് 1000 രൂപ എല്ലാ മാസവും, ഇപ്പോൾ 12,000 × റേറ്റ് ഇൻറ്റു ഇവിടെ 6.5/12. ഇനി വൈ എല്ലാ മാസവും വിഡ്രോ ചെയ്തു 800. അപ്പോൾ 800 × 12 9,600 ഇൻറ്റു റേറ്റ് ഇൻറ്റു ഇയാൾ എല്ലാ മാസവും മിഡിലാണ്. ഇപ്പോൾ 6/12.
ഇനി ഇസഡിനെ സംബന്ധിച്ച് എല്ലാ മാസവും 750 × 12 അറ്റ് ദി എൻഡ് ഓഫ് അവിടെ 5.5 മന്ത്സ് കാണണം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല ഡേറ്റിൽ പല എമൗണ്ട്, ഡിഫറൻറ്റ് എമൗണ്ട് ഇൻ ഡിഫറൻറ്റ് ഇൻ്റർവൽസ്, ഫിക്സഡ് ആയിട്ടൊന്നും ഒരു എമൗണ്ട് റെഗുലർ ആയിട്ടൊന്നും അല്ല എടുക്കുന്നത്. ഏതൊക്കെ മാസങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ എടുക്കാം. അത് ബിഗിനിങ് എടുക്കാം, എൻഡ് എടുക്കാം, എവിടെ വേണോ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് കാണാം. ഇവിടെ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടെ എക്സാമ്പിൾ വൈ ഫർണിഷ്ഡ് പോലെ 10% പലിശ ആൾക്കാരാണ് പറയുന്നത്. ഇപ്പോൾ എക്സ് ആദ്യം ഫസ്റ്റ് മെയിൽ കൊണ്ടുപോയി പൈസ. അപ്പോൾ ഫസ്റ്റ് മെയ് തൊട്ട് എത്ര മാസം വരെ? ഏപ്രിൽ കഴിഞ്ഞു, ബാക്കി 11 മന്ത്സ്. അപ്പോൾ നമ്മൾ 1200 × 10% × 11/12 ഇങ്ങനെ ഓരോന്ന് കാണണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇൻഡിവിജ്വൽ കാണുന്നതിനേക്കാളും നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ്, അതിൻ്റെ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയും. പ്രോഡക്റ്റ് മെത്തേഡിൽ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ ഓരോന്ന് എന്ന് എടുത്തു, എത്ര മാസം. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് മെയ്, ദാറ്റ് മീൻസ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് മെയ് കൺസിഡർ ചെയ്യണം. അപ്പോൾ 31 ഓഗസ്റ്റ്, അപ്പോൾ ആഗസ്റ്റ് വേണ്ട, സെപ്റ്റംബർ തൊട്ട് കൺസിഡർ ചെയ്താൽ മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ് കാണാൻ വേണ്ടി നമ്മൾ 4 കോളം കൊടുക്കുക. ഒരു കോളം ഡേറ്റ്, എത്ര മാസത്തെ ഇൻട്രസ്റ്റാണ് കാണേണ്ടത്, നമ്മൾ എമൗണ്ട് എഴുതുക, അതിൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റെ മൾട്ടിപ്ലൈ, എന്നിട്ട് ആവറേജ് ഒരു മാസത്തേക്ക് ഉണ്ടാവും. ഈ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ഇൻറ്റു 1/12 ആവറേജ് കണ്ടാൽ നമ്മൾ ഈ ഓരോന്ന് ഇൻഡിവിജ്വലി കാണുന്ന ഇൻട്രസ്റ്റിൻ്റെ സെയിം ആയിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം ഇവിടെ ഫസ്റ്റ് മെയ് ഡേറ്റ് എടുത്തു. അപ്പോൾ ബാക്കി 11 മന്ത്സിൻ്റെ ഇൻട്രസ്റ്റ് കാണണം. ഇയാൾ എടുത്ത എമൗണ്ട് 1200. അതുപോലെ അതിൻ്റെ പ്രോഡക്റ്റ് 1300. ഓഗസ്റ്റിന് എടുത്തു. അപ്പോൾ ഓഗസ്റ്റ് വിട്ടിട്ട് സെപ്റ്റംബർ ടു എടുക്കുമ്പോൾ 7 മന്ത്സ് വരും, 7,000. അതുപോലെ മറ്റേ ഡിസംബർ, ഫസ്റ്റ് ഡിസംബർ, അപ്പോൾ ഡിസംബർ കൂടെ ചേർത്തെടുക്കണം, 4 മന്ത്സ് വരും, 1,500 ഇങ്ങനെ. അപ്പോൾ നമ്മളിത് ഇൻറ്റു ചെയ്ത് ടോട്ടൽ പ്രോഡക്റ്റ് എടുത്തിട്ട് ആവറേജ് ഒരു മാസത്തേക്ക് കാണും. ക്ലിയർ ആയി? അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിനേക്കാളും കുറേ കൂടി ഷോർട്ട് കട്ടായിട്ട് നമുക്ക് വലിയ കാൽക്കുലേഷൻ കുറച്ച് നമുക്ക് ബർഡൻ കുറയും, കാൽക്കുലേഷൻ്റെ വോളിയം കുറച്ച് കുറയും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ക്ലിയർ ആയല്ലോ? അതുപോലെ വൈഡേ സെയിം തന്നെ, ഓരോ മാസത്തെ എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ പ്രോഡക്റ്റ് ആവറേജ് ഒരു മാസത്തേക്ക് കാണുക. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് ഗ്യാരണ്ടി പ്രോഫിറ്റ്. അപ്പോൾ ഗ്യാരണ്ടി പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും സംഭവിക്കുന്നത് എന്തായിരിക്കും? ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ബിസിനസ് നടത്തുന്നു. ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു പാർട്ടി, ഒരു വാല്യുബിൾ, അവരെ സംബന്ധിച്ച് ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇയാൾ ബിസിനസ്സിൽ വന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഗുണം ഉണ്ടാകാം എന്നൊക്കെയുള്ള സാധ്യതയുള്ള സമയത്ത് ആരെങ്കിലും നിർബന്ധിച്ചൊക്കെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ലാഭം കുറഞ്ഞു പോയാലും ഇവരെന്ത് ചെയ്യും? ഒരു എമൗണ്ട് അങ്ങ് ഓഫർ ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരില്ല, അഥവാ നഷ്ടം വന്നാൽ ഞങ്ങൾ ഇത്ര എമൗണ്ട് തരാം എന്നും പറഞ്ഞ് അവരെ പ്രസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഗ്യാരണ്ടി പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന അവസരത്തിൽ ഈ പുതിയ അഡ്മിറ്റ് ചെയ്ത ആളിന് ക്യാപിറ്റൽ നോർമൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭം കുറവാണെങ്കിൽ ആ ഡിഫറൻസ് അഡീഷണൽ ഇവർക്ക്, പക്ഷേ അയാൾ ഓഫർ ചെയ്ത എമൗണ്ട്, ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ ഡിഫറൻസ് ഷുഡ് ബോൺ ബൈ റിമൈനിങ് പാർട്ട്നേഴ്സ്. അവർ എങ്ങനെയാണ്? ചിലപ്പോൾ ഒരാളോ അല്ല 2 പേരും കൂടെ ചേർന്ന് എന്നാൽ ക്വസ്റ്റ്യൻ പറയുന്നതനുസരിച്ച് അവർ ഷെയർ ചെയ്യാം. അപ്പോൾ ആ കേസ്, ഷെയർ ചെയ്യുന്ന കേസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ സ്പെസിഫിക് പറയും. അവരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല. അവർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് 2 പേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള കണ്ടീഷൻ വെക്കുകയാണെങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യാം. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് ബന്ധമില്ല. ഇനി ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യാം. ക്ലിയർ ആയോ? അതാണ് ഈ ഗ്യാരണ്ടി പ്രോഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ഇവിടെ A, B are partners in a firm sharing profits and losses in the ratio of 3:2. They admit C into the firm for 1/4 share with guaranteed minimum 25,000. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ സിയെ അഡ്മിറ്റ് ചെയ്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 25,000 രൂപ പ്രോഫിറ്റ് കൊടുക്കാം എന്നുള്ള കണ്ടീഷനിലാണ് കൊണ്ടുവരുന്നത്. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദ ഇയർ ആഫ്റ്റർ പ്രൊവൈഡിങ് ആൾ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് 60,000 രൂപ ലാഭം കിട്ടി. A, B agreed to share profit as before but agreed to share surplus. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൾറെഡി ഇവിടെ ഉണ്ട്, പഴയ റേഷ്യോ 3:2 ഉണ്ടെങ്കിലും ഇതിൽ വരുന്ന ഡെഫിസിറ്റ് എയും ബിയും ഈക്വലായിട്ട് ബെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടോ നമുക്ക് വരച്ച് ചെയ്യാം. P&L അപ്രോപ്രിയേഷനോ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടോ വരയ്ക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തന്നിട്ടുള്ള പ്രോഫിറ്റ് 60,000 നമ്മൾ ഡിസൈഡ് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇത് 2 രീതിക്ക് ചെയ്യാം. അതിൽ ഒരു മെത്തേഡ് ഞാൻ പറയാം, 60,000 പ്രോഫിറ്റ്. എന്നിട്ട് ഈ 60,000
നമ്മൾ ഇപ്പോൾ അവർക്ക് ആക്ച്വൽ കിട്ടേണ്ട 3 പേർക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഗ്യാരണ്ടി പാർട്ട് ഇപ്പം നോക്കണ്ട, ഓരോരുത്തർക്ക് ആക്ച്വൽ കിട്ടേണ്ടത് റേഷ്യോ പ്രകാരം എങ്ങനെയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഈ 3 പേരുടെ റേഷ്യോ ഒരുമിച്ച് പറഞ്ഞിട്ടില്ല അല്ലേ, 3:2 1/4 കിടക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ആദ്യം 60,000-ൻ്റെ അയാളുടെ ഷെയർ മാത്രം കണ്ടുപിടിക്കുക, സിയുടെ ഷെയർ കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടും? 60,000 1/4 15,000 അത് മൈനസ് ചെയ്യുക. ബാക്കി എത്ര വരും? 45,000 പ്രോഫിറ്റ് ഫോർ എ ആൻഡ് ബി. അത് അവരെങ്ങനെ ഷെയർ ചെയ്യും? 3:2. അപ്പോൾ എയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 27,000, ബിയുടെ 18. അപ്പോൾ നമ്മൾ ഈ 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 18 + 27 + 15 നമുക്ക് എത്ര കിട്ടും? 60,000 കിട്ടും. ഇതാണ് ആക്ച്വൽ കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട രീതി, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇപ്പോൾ എക്ക് 15 ആണെങ്കിലും 15 കൊടുത്താൽ പോരാ, എത്ര കൊടുക്കണം? സിക്ക് 25, ഒരു 10,000 ഡെഫിസിറ്റ് വരും. ആ 10,000 ഡെഫിസിറ്റ് വന്നത് ഈ ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നു രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എനി സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ഗോസ് ടു പാർട്ട്നേഴ്സ് ഈക്വലി എന്നാണ് പറയുന്നത് അല്ലേ, രണ്ടുപേരും ഈക്വലായിട്ട്. അപ്പോൾ നമുക്കിവിടെ സ്വാഭാവികമായിട്ട് ഡെഫിസിറ്റ് ഒരു 5,000 വരും. ആ 5,000 രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ 10,000 ഒരു ഡെഫിസിറ്റ് വരും. ആ 10,000 രണ്ടുപേരും ഈക്വലായിട്ട് 5,000 എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി എക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് 27,000 നിന്ന് 5,000 കുറയും, 22,000. അതുപോലെ ബിക്ക് 18 നിന്ന് 5,000 13,000 കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ കൊണ്ട് എഴുതുമ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ വെച്ച് വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ ഡെബിറ്റ് സൈഡിൽ എസ് ക്യാപിറ്റൽ 27, അതിൽ നിന്ന് ലെസ് 5,000 കുറച്ചിട്ട് 22,000 എഴുതാം. ബിക്കും അതുപോലെ 18,000 ലെസ് പ്രോഫിറ്റ് 5,000 കുറച്ചിട്ട് 18,000 എന്ന് എഴുതാം. സിക്ക് 15,000 എഴുതിയാൽ പോരാ, 25,000 എഴുതുമ്പോൾ ടാലിയാവും, 60,000 കറക്റ്റ് ടാലിയാവും. ഇനി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വഴി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർ കിട്ടിയ ക്യാപിറ്റൽ, ഇപ്പോൾ എക്ക് ആക്ച്വൽ കിട്ടേണ്ട എത്ര? 27,000 നമ്മൾ അതുപോലെ ഡെബിറ്റ് ചെയ്യുക. ബിക്ക് കിട്ടേണ്ട എത്ര? 18,000 അതുപോലെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ കൊണ്ട് ഇത് രണ്ടും അവരുടെ ക്യാപിറ്റൽ കൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോകും. ഓക്കെ, സിക്ക് 15 എടുത്താൽ പോരാ, 25 എഴുതണം. എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ നമുക്ക് ആ 10,000 ഡെഫിസിറ്റ് റിഫ്ലക്ഷൻ വരും. ഓക്കെ, ഇവിടെ റിഫ്ലക്ഷൻ വരും. ഈ 10,000 ഷുഡ് ഷെയർ. അവരെങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ രണ്ടുപേരും ഈക്വൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ രണ്ടും ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇത് രണ്ട് രീതിക്ക് പ്രസൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണം ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇന്നർ കോളത്തിൽ എയുടെ ക്യാപിറ്റൽ 27,000, അതിൽ നിന്ന് ഈ 5,000 നേരത്തെ നമ്മളിവിടെ വർക്കിംഗ് ആയിട്ട്, അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ വർക്കിങ്ങിൽ കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ നമ്മളൊന്നും കൂടി കണ്ടുപിടിക്കുക. സിയുടെ ഈ 10,000 ഇവിടെ ഓരോരുത്തരുടെ ഡെഫിസിറ്റ് ഓരോരുത്തർ എത്ര ഷെയർ ചെയ്തു, എന്നിട്ട് ഇവർക്കുള്ള ഇപ്പോൾ ഉള്ള ക്യാപിറ്റലിൽ നിന്ന് എത്രയാണോ കുറയ്ക്കേണ്ടത് കുറച്ചിട്ട് ബാക്കി എത്ര ക്യാപിറ്റൽ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഓരോരുത്തർ ഷെയർ ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇന്നർ വർക്കിംഗ് ആയിട്ടും ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതും രണ്ട് എഫക്റ്റ് സെയിം ആണ്. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എഫക്റ്റ് വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എയുടെ ക്രെഡിറ്റ് സൈഡ് 27,000 വരും, ഡെബിറ്റ് സൈഡിൽ 5,000. ബിയുടെ 18,000 ക്രെഡിറ്റ് വരും, ഡെബിറ്റ് സൈഡിൽ 5,000. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് കണ്ടിട്ട് മറ്റുള്ള 25 ആയിട്ട് വരും. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ഗ്യാരണ്ടി പ്രോഫിറ്റ്. ക്ലിയർ ആയോ? ഇനി ചില ക്വസ്റ്റിനകത്ത് എനിക്ക് വേറെ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ +2 സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റിൽ കണ്ട ഒരു ക്വസ്റ്റിനകത്ത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടൊന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. 3 പാർട്ട്നേഴ്സ് ഉണ്ട്, 60, എ ബി രണ്ടുപേരുണ്ടായിരുന്നു. സി അഡ്മിറ്റ് ചെയ്തു, 30,000 ക്യാപിറ്റൽ അഡ്മിറ്റ് ചെയ്തു. റേഷ്യോ 3 പേരുടെയും കൂടെ 3:2:1 തന്നു. എ ആൻഡ് ബി അഗ്രി ടു ഗീവ് എ മിനിമം 20,000 ടു സി. രണ്ടുപേരും കൊടുക്കാമെന്ന് പറയുന്നു. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആസ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് അല്ലേ, ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മുമ്പുള്ള പ്രോഫിറ്റാണ് തന്നേക്കുന്നത്. പാർട്ട്നേഴ്സ് ഡീഡ് പ്രകാരം ഇവരെല്ലാം ഒരു 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് അർഹതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. അത്രയേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ഇവിടെ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് 67,000 വന്നിട്ടുണ്ടല്ലോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ പ്രോഫിറ്റ് 60,000. ആദ്യം നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്കും കൊടുക്കണം. ഇപ്പോൾ എ ബി സി 3 പേരുണ്ട്, 3 പേർക്കും കൊടുക്കണം. 3:2:1 ആണ് റേഷ്യോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%. അപ്പോൾ ഇവിടെ 60,000 50,000 30,000. അപ്പോൾ ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്കും കാണുക. 60,000 5,000, 50യുടെ 2,500, 30യുടെ 1,500. ഓക്കെ, എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഡിഫറൻസ് 60,000. അപ്പോൾ ഈ 60,000 ആണ് നമ്മൾ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 60,000 നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ 3 പേർക്ക് 3:2:1 തന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ 60,000 നമ്മൾ 3:2:1 ഷെയർ ചെയ്യാം. അപ്പോൾ എക്ക് 30,000, ബിക്ക് 20,000,
സിക്ക് 10,000 ആക്ച്വൽ കിട്ടുള്ളൂ. സിക്ക് ആക്ച്വലി 10,000 കിട്ടുള്ളൂ. ബട്ട് അവർ ഓഫർ ചെയ്തേക്കുന്ന ഈ ക്വസ്റ്റ്യൻ പ്രകാരം അവരെത്ര പറയുന്നുണ്ട്, അഡ്മിഷൻ 20,000 ഗ്യാരണ്ടി പ്രോഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 20,000 പിക്ക് നമ്മൾ സിക്ക് കൊടുക്കും. ക്ലിയർ ആയല്ലോ? 20,000 കൊടുക്കും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് 10,000 ഇവിടെ ക്രെഡിറ്റ് ഡെഫിസിറ്റ് റിഫ്ലക്ഷൻ വരും. ഈ ക്വസ്റ്റ്യനിൽ അവരൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 തന്നെ ഷെയർ ചെയ്യാം. ക്ലിയർ ആയോ? 3:2 ഇത്രയേ ഉള്ളൂ. ഗ്യാരണ്ടി പ്രോഫിറ്റ്, ഈ 2 മോഡൽ ക്വസ്റ്റ്യനാണ് മിക്കവാറും +2 സ്റ്റുഡൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത് വളരെ സിമ്പിളാണ്, ബട്ട് സ്റ്റുഡൻസിനെല്ലാം ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. എനിക്കൊന്ന് സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിന് വലുതായിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല, ബട്ട് ഇത് കൂടുതലും നമുക്ക് CBSE സ്റ്റുഡൻസ് സംബന്ധിച്ച് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ മിക്കവാറും എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേം ബിസിനസ് നടത്തി, നമ്മൾ ലാഭം കിട്ടി, എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞു, ഷെയർ ചെയ്തിട്ടൊക്കെ പോകുന്ന സമയത്ത് ഷെയർ ചെയ്ത് പോയതിന് ശേഷമായിരിക്കും പല മിസ്റ്റേക്ക് അവർ ചെയ്ത് ട്രേസ് ഔട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് ആൾറെഡി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡീഡ് പ്രകാരം കാണും, അവർ നോക്കിയില്ല, കിട്ടിയ പ്രോഫിറ്റ് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പോകാം, അങ്ങനെ മിസ്റ്റേക്ക് വരാം. അല്ല, ചില കേസിൽ പാർട്ട്നേഴ്സ് ലാഭം കിട്ടി അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെ ഷെയർ ചെയ്തു, ബട്ട് ആസ് പെർ ഡീഡ് അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാനുണ്ടായിരുന്നു, അത് വിട്ടുപോയി, എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ട്നേഴ്സിന് എലിജിബിലിറ്റി അവർക്ക് കിട്ടേണ്ട ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ എമൗണ്ടും തമ്മിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിങ്ങനെ ഹൗ ടു റൈറ്റ് റെക്ടിഫിക്കേഷൻ എൻട്രി, അതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ടെക്നിക്കാണ്, ഇതിനകത്ത് വേറെ ടെൻഷനൊന്നുമില്ല. നമുക്ക് എവിടെയാണോ മിസ്റ്റേക്ക് വരുന്നത് ആ പാർട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഒരു പാർട്ട്നേഴ്സ് 3 പേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് വയ്ക്കുക. ഈക്വൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരു 30,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്കുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്കും നമുക്ക് ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്ക് നമ്മൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരാൾക്ക് 5,000, മറ്റേക്ക് 3,000, മറ്റേക്ക് 2,000 ആണെന്ന് വയ്ക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5 + 3 + 2 10,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ എക്സാമ്പിൾ വേറെന്ന് പറയാം, സോറി. അപ്പോൾ നമുക്ക് ഇവിടെ പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടെന്ന് വയ്ക്കുക 3:2:1. അപ്പോൾ 3:2:1 എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യനിൽ ഒരാൾ 30,000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി, അതിന് 3:2:1. 3:2:1 ആകുമ്പോൾ ഡിവൈഡ് ബൈ 6. അപ്പോൾ 15,000, 10,000, 5,000 ആണ് അവർക്ക് ശരിക്കും കിട്ടേണ്ട പ്രോഫിറ്റ്. ഓക്കെ, 30,000 റുപ്പീസ് അവർ പ്രോഫിറ്റ് കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ 30,000 പ്രോഫിറ്റ് കിട്ടിയപ്പോൾ അവർ റേഷ്യോ പ്രകാരം ഷെയർ ചെയ്യുമ്പോൾ 15,000, 10,000, 5,000 ആണ് കിട്ടേണ്ടത്. ബട്ട് അവരെന്ത് ചെയ്തു പറഞ്ഞാൽ റോങ് ആയിട്ട് എന്ത് ചെയ്തു, പ്രോഫിറ്റ് കിട്ടിയപ്പോൾ 30,000 3 പേര് ഈക്വലായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് പോയി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആക്ച്വലി അവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് അല്ല. അപ്പോൾ എക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്തപ്പോൾ എക്ക് എത്ര കിട്ടും, 10,000, ബിക്ക് 10,000, സിക്ക് 10,000. പക്ഷേ ആക്ച്വലി അവർക്ക് കിട്ടേണ്ടിയിരുന്നത് എത്ര, എയെ സംബന്ധിച്ച് റേഷ്യോ പ്രകാരം 3:2 ആകുമ്പോൾ എക്ക് 15,000 കിട്ടണം, ബിക്ക് 10,000 കിട്ടണം, സിക്ക് 5,000 കിട്ടണം. ഇതാണ് സംഭവിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും റേഷ്യോ പ്രകാരം കിട്ടേണ്ട ഫിഗർ അല്ല കിട്ടിയതെങ്കിൽ ആ ഡിഫറൻസ് ചിലപ്പോൾ ഒരാൾക്ക് അധികം കിട്ടിയിട്ടുണ്ടാവും. ഇത് സംഭവിക്കുന്ന ഒന്നുകിൽ ഒരാൾക്ക് സർപ്ലസ്, മറ്റൊരാൾക്ക് ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ എവിടെയാണോ സർപ്ലസ് വന്നയാൾ ഡെഫിസിറ്റ് വന്നയാളെ കൊടുക്കുന്ന ആ എൻട്രിയാണ് എഴുതാൻ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എക്ക് 15,000 ആണ് കിട്ടേണ്ടിയിരുന്നത്, ആക്ച്വൽ കിട്ടിയത് എത്ര, 10,000. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യും, 5,000 എക്ക് കിട്ടാനുണ്ട്. ബിയെ സംബന്ധിച്ച് 10 സെയിം ആയിരിക്കും ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. സിയെ സംബന്ധിച്ച് 5 കിട്ടേണ്ടടുത്ത് അയാൾ 10 കൊണ്ടുപോയി, അപ്പോൾ 5,000 സർപ്ലസ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് സി 5,000 ആർക്ക് കൊടുക്കേണ്ടി വരും, എക്ക്. അതാണ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇപ്പോൾ എ, ബി, സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം വിത്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 60, 50 and 40 respectively. As per deed, partners are entitled to interest on capital 10%. Profit sharing ratio 2:2:1. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു ക്യാപിറ്റൽ വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, റേഷ്യോ ഉണ്ട്. ഡ്യൂറിങ് ദി ഇയർ ഫേം 48,000 രൂപ ലാഭം ഉണ്ടാക്കി. ഇവർ ഷെയർഡ് പ്രോഫിറ്റ് ഈക്വലി വിത്തൗട്ട് കൺസിഡറിങ് ദ എബോവ്.
ഈ മുകളിലുള്ള കാര്യമൊന്നും കൺസിഡർ ചെയ്യാതെ അവർ 16,000 വെച്ച് ഈക്വലായിട്ട് ഷെയർ ചെയ്തെടുത്തു. ക്ലിയർ ആയല്ലോ? ഇതാണ് സംഭവിച്ച മിസ്റ്റേക്ക്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഹൗ ടു റെക്ടിഫൈ? അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ചെയ്യേണ്ട ഒറ്റ കാര്യം എത്രയേ ഉള്ളൂ, ആക്ച്വൽ അവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യുക. ക്രെഡിറ്റ് റിക്വയർഡ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 48,000 നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? 48,000 പ്രോഫിറ്റാണ് പ്രശ്നം. അപ്പോൾ ആ 48,000 നമ്മുടെ കയ്യിലുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് അവർ ഓരോരുത്തർക്ക് കിട്ടേണ്ട എമൗണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രെഡിറ്റ് റിക്വയർഡ് ഫോർമാറ്റ് മനസ്സിലായല്ലോ. ക്രെഡിറ്റ് റിക്വയർഡ് ABC 3 കോളം കൊടുക്കുക. എന്നിട്ട് ക്രെഡിറ്റ് റിക്വയർഡ് എഴുതിയിട്ട് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്കും കൊടുക്കണം. 10% ആകുമ്പോൾ 6,000, 5,000, 4,000. ക്ലിയർ ആയല്ലോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ് അല്ലേ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഞാൻ ഒരു മിനിറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ഇതിനകത്ത് 10% അല്ലേ വരേണ്ടത്, 60,000 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000 വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6,000 വരും. എക്ക് ബിക്ക് 5,000 വരും. 5,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സിക്ക് എത്ര വരും? സിക്ക് 4,000. ഓക്കെ, 4,000. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും കിട്ടേണ്ട ക്യാപിറ്റൽ എഴുതുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്നിട്ട് നമ്മളിവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടോട്ടൽ എത്ര വന്നു? 6 + 5 അല്ലേ. 6 + 5 11 + 4 15 വന്നല്ലോ. 15 നമുക്ക് ഇവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പേർക്കും പോയി. അപ്പോൾ ഇവിടെ ബാക്കി നമുക്ക് 48,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ 15,000 കുറയ്ക്കുക. 48,000 മൈനസ് 15,000. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 33,000 അല്ലേ. ആ 33,000നെ നമ്മൾ 2:2:1 33,000 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 33,000 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2. അപ്പോൾ 13,200 ഷെയർ ഓഫ് പ്രോഫിറ്റ് വരും. ഓരോരുത്തർക്കും വരും. ഇയാൾക്ക് ആദ്യത്താണ് 13,200 2:2:1 മറ്റേയാൾക്കും 13,200. ബിക്ക് നേരെ പകുതിയേ ഉള്ളൂ, 6,600. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ജോലി ക്ലിയർ ആയല്ലോ. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ABC ഇപ്പോൾ പ്രോഫിറ്റ് മൊത്തം അവർക്ക് 48,000 കിട്ടി. അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% വേണമായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയി. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 2:2:1 അതുണ്ടായിരുന്നു, അതും കൺസിഡർ ചെയ്യാതെ അവർ പ്രോഫിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ 48,000 ഓരോരുത്തർക്ക് കിട്ടേണ്ട എത്ര എന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം 48,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആദ്യം കണ്ടുപിടിക്കുക. 654. അപ്പോൾ ടോട്ടൽ 15,000 ആണ്. 48 നിന്ന് 15 കുറച്ചിട്ട് ബാക്കി എടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ ഓരോരുത്തർക്ക് കിട്ടേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? എ സംബന്ധിച്ച് 19,200 19,200. ഇയാൾക്കാണെങ്കിൽ 18,200 ഇയാൾക്കാണെങ്കിൽ 10,600. ക്ലിയർ ആയല്ലോ? ഇതാണ് ഓരോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 3 കൂടെ കൂട്ടി നോക്കണം. ഈ 19,200 പ്ലസ് 18,200 പ്ലസ് 10,600 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 48,000 വരണം. അപ്പോൾ ശരിക്കും നമ്മളെ ഇപ്പോൾ ഉള്ള 48,000 യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്നത്, എക്ക് കിട്ടേണ്ടിയിരുന്നത് 19,200, ബിക്ക് കിട്ടേണ്ടിയിരുന്നത് 18,200. ഇതാണ് ആക്ച്വൽ അവർക്ക് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ, ബട്ട് അവരെങ്ങനെയാണ് ഷെയർ ചെയ്ത് പോയത്? റോങ് ആയിട്ട് 48,000 3 പേർക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്തപ്പോൾ 16,000 വെച്ച് 3 പേർക്കും പോയി. മനസ്സിലായല്ലോ? 16,000 വെച്ച് 3 പേർക്കും പോയി. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡിഫറൻസ് വരും. അപ്പോൾ എയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 19,200 കിട്ടേണ്ടടുത്ത് 16 കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അയാൾക്ക് 3,200 കൂടെ എക്ക് കിട്ടാനുണ്ട്. ബിക്ക് അതുപോലെ 2,200 കൂടെ കിട്ടാനുണ്ട്. സിയെ സംബന്ധിച്ച് എത്ര അധികം വന്നു? 10,600 കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് അയാൾ 16,000 കൊണ്ടുപോയി. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത്
-5,400. സിയെ സംബന്ധിച്ച് അധികമായിപ്പോയി, 5,400 അധികമായിപ്പോയി. ക്ലിയർ ആയപ്പോൾ അപ്പോൾ നമ്മളിവിടെ എൻട്രി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഈ 5,400 കൊണ്ടുവന്നിട്ട് ആർക്കൊക്കെ കൊടുക്കണം? ബിക്ക് 2,200 കൊടുക്കണം, എക്ക് 3,200. അപ്പോൾ ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആരാണോ കാശ് കൊണ്ടുവരേണ്ട ആ ക്യാപിറ്റൽ പാർട്ട്ണറെ ഡെബിറ്റ് ചെയ്യണം, ആർക്കാണോ കൊടുക്കേണ്ട അവരെ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയി? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 5,400 ടു എസ് ക്യാപിറ്റൽ 3,200 ബീസ് ക്യാപിറ്റൽ 2,200. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. ക്ലിയർ ആയല്ലോ? അപ്പോൾ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ അവർ ഇത് ഫുള്ളായിട്ട് ഒരു ക്വസ്റ്റ്യൻ 48,000 ലാഭം കിട്ടി, അത് ഈക്വലായിട്ട് അവർ തെറ്റായിട്ട് ഷെയർ ചെയ്തു, ഈ 16,000 ഷെയർ ചെയ്തു. ബട്ട് ഇവിടെ ഇൻട്രസ്റ്റും ക്യാപിറ്റൽ കൊടുക്കാനുണ്ടായിരുന്നു, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡീഡ് പ്രകാരമുണ്ട്. അപ്പോൾ അതേ ചെയ്യാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ 48,000 യഥാർത്ഥത്തിൽ അവർക്ക് എങ്ങനെ കിട്ടേണ്ടിയിരുന്നു അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് റെക്കോർഡ് എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോരുത്തരും കിട്ടേണ്ട എഴുതുക. ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 48,000 ആണ് നമ്മളെ ടോട്ടൽ പ്രോഫിറ്റ്, അവൈലബിൾ പ്രോഫിറ്റ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോയിട്ടുണ്ടെങ്കിൽ ആ കഴിച്ചിട്ട് ബാക്കി എത്ര വരുന്നു അത് നമ്മളിവിടെ ഷെയർ ചെയ്യാവും. എന്നിട്ട് ഓരോരുത്തർക്ക് ആക്ച്വൽ കിട്ടേണ്ട. എന്നിട്ട് ഈ 3 എമൗണ്ട് ഈ ടോട്ടൽ നമ്മൾ കൂട്ടുമ്പോൾ ദിസ് ഷുഡ് ബി 48,000. ഇത് 48,000 ആയിരിക്കണം. നമ്മൾ ചെക്ക് ചെയ്തോണം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും. ഈ 48,000 തന്നെ വരാൻ പാടുള്ളൂ ഈ 3 കൂടെ കൂട്ടുമ്പോൾ 48,000. അപ്പോൾ ഈ 48,000 നമുക്ക് കിട്ടിയ ഈ 48,000 ഇങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്. ബട്ട് ആക്ച്വൽ പോയതോ ഇങ്ങനെയാണ്. അപ്പോൾ ദാറ്റ് പാർട്ടാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എയെ സംബന്ധിച്ച് 3,200 കിട്ടാനുണ്ട്, ബിക്ക് കിട്ടാനുണ്ട്, സിക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഇത്. ക്ലിയർ ആയല്ലോ? അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് രവി, മോഹൻ വേർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 7:5. ദ റെസ്പെക്റ്റീവ് ഫിക്സഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഒരാൾക്ക് 10 lakh അല്ലേ, 10 lakhും 7 lakhുമാണ്. പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% ഉണ്ട്. രവി സാലറി 6,000 പെർ മന്ത് ആണ്, മോഹൻ സാലറി 60,000 പെർ ആനം. ഓക്കെ. The profit of the year 30/70 was 5 lakh, which was distributed equally without for them. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അല്ലേ? ഒരു ഫിക്സഡ് ക്യാപിറ്റലാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും കൊടുത്തില്ല, സാലറിയും കൂടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ 5,04,000 അല്ലേ, 5,04,000 നമ്മൾ ഇവർക്കെല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ 5,04,000 എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 5,04,000 അവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 5,04,000 3ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ല, 2 പേരായിട്ട് ഡിവൈഡ് ബൈ 2. അപ്പോൾ ഓരോരുത്തർ 2,52,000 വെച്ചാണ് റോങ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ആക്ച്വൽ കിട്ടേണ്ട എമൗണ്ട് നമ്മൾ ആദ്യം കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്രെഡിറ്റ് റിക്വയർഡ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ, നമ്മൾ 12% ആകുമ്പോൾ ആദ്യത്തെ ആളിന് 1,20,000 വരും. മറ്റേ 12% ആകുമ്പോൾ 84,000 വരും. 1,20,000 84,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സാലറി രവിക്ക് 6,000 × 12 മറ്റേ ആൾക്ക് 60. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ 5,40,000 ആണ്. സോറി, ക്വസ്റ്റ്യൻ 5,40,000. ആണ്. 5,40,000 ആണ് നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 5,40,000 പ്രോഫിറ്റ് ഓഫ് ദ ഫേം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 120,84 കൊടുത്തു, സാലറി 72,60 കൊടുത്തു. ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണാൻ നമ്മൾ ഈ 5,40,000 എന്ന് ഇവർക്ക് കൊടുത്ത ഇത് രണ്ടും കുറയ്ക്കണം അല്ലേ. രവിക്ക് ടോട്ടൽ 120 + 72 192 കൊടുത്തു, മോഹന് 84 + 60 144. അപ്പോൾ ഡിഫറൻസ് 2,04,000 വരും. ഇതിന് നമ്മൾ ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യാൻ പാടുള്ളൂ? 7:5. ഒരു 7:5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ റേഷ്യോയിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ടോട്ടൽ കൂട്ടുക. അപ്പോൾ ടോട്ടൽ കൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ടോട്ടൽ എത്രയായിരിക്കണം? നമ്മുടെ ഈ സെയിം ഫിഗർ തന്നെ ആയിരിക്കണം. റുപ്പീസ് ടോട്ടൽ എത്രയായിരിക്കും? 5,40,000 തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ?
5,40,000. അപ്പോൾ ഈ 5,40,000 ഇവർക്ക് കിട്ടിയ ലാഭം ആക്ച്വൽ കിട്ടേണ്ടിരുന്ന ഈ രവിക്ക് 311 കിട്ടണമായിരുന്നു, മോഹന് 229 കിട്ടേണ്ടത്. പക്ഷേ ആക്ച്വൽ അവരിവിടെ ചെയ്തേക്കുന്ന വിത്തൗട്ട് കൺസിഡറിങ് അപ്പോൾ ഈക്വലായിട്ട് ഷെയർ ചെയ്തു 270 വെച്ചുകൊണ്ട്. അപ്പോൾ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ രവി 41,000 കിട്ടാനുണ്ട്, ഇയാൾക്ക് 40 കൊടുക്കും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി മോഹൻ കൊണ്ടുവരണം, രവി കൊടുക്കണം അല്ലേ. അപ്പോൾ മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു രവീസ് ക്യാപിറ്റൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏത് എൻട്രി വന്നാലും ഇനി ഇങ്ങനെ അല്ലാതെ സ്റ്റുഡൻസിന് ചില ക്വസ്റ്റിനകത്ത് അവർ വേറെ ഒന്നും പറയില്ല, പ്രോഫിറ്റ് ഒന്നും പറയില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് രണ്ട് പേരുണ്ടായിരുന്നു. ഒരാൾക്ക് 50,000 ക്യാപിറ്റൽ, മറ്റേ ആൾക്ക് 40,000 ക്യാപിറ്റൽ. അവർ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യണം. അത് വിട്ടുപോയി. അവർ പ്രോഫിറ്റോ ഇൻട്രസ്റ്റോ ഒന്നും തരില്ല. നമുക്ക് 50,000 ക്യാപിറ്റൽ ഉണ്ട്, ഒരാൾക്ക് 50, മറ്റേക്ക് 40. 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ഉണ്ടായിരുന്നു, അത് വിട്ടുപോയി. അവരെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ സപ്പോസ് ഈക്വൽ ആണെന്ന് വയ്ക്കുക. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അയാൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോരുത്തർക്ക് എത്ര കിട്ടണം? 50,000 10%, 5,000, മറ്റേക്ക് 4,000 അല്ലേ. 9,000 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. പക്ഷേ ഈ 9,000 എക്ക് റിക്വേർഡ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ 5,000, ബിക്ക് എത്ര കിട്ടേണ്ട 4,000. ബട്ട് ഇവർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യാത്തത് കൊണ്ട് ആ 9,000 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈക്വലായിട്ട് പോയി എന്നല്ലേ അർത്ഥം. ഒരു ഐറ്റത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബിസിനസ്സിൽ ഇത്രയും രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. അപ്പോൾ ആ പൈസ കൊടുത്തില്ല എങ്കിൽ that should be automatically goes to partners in their profit sharing ratio. ആ പ്രോഫിറ്റ് അത്രയും കൂടി നിൽക്കും, അത് അവർ ഓട്ടോമാറ്റിക് ക്യാപിറ്റൽ കൊണ്ടു പോകും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ 2 പാർട്ട്നേഴ്സ്, ഒരാൾ 50,000 40,000, 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർ ഒമിറ്റഡ് ടു ടേക്കൺ, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കാൻ വിട്ടുപോയി. നമ്മൾ അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ. ക്രെഡിറ്റ് റിക്വയർഡ്, ആദ്യം അവർക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5ഉം 4ഉം. അപ്പോൾ ടോട്ടൽ 9,000. അപ്പോൾ ഈ 9,000 എമൗണ്ട് ലെസ് ആൾറെഡി ക്രെഡിറ്റഡ്. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ആ ഷെയർ പോയത് എങ്ങനെയായിരിക്കും? 9,000 4,500 4,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് ചെയ്യും. ഇങ്ങനെ ഒരു ഐറ്റം മാത്രം തന്നിട്ടും ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എഴുതാൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ ചിലർക്കെല്ലാം സ്റ്റുഡൻസിനെല്ലാം വല്ല കൺഫ്യൂഷനും പഠിപ്പിച്ച സ്റ്റുഡൻസ് പലരും ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആകുമ്പോൾ അല്പം കൺഫ്യൂഷനായിട്ട് വരുത്തുന്നുണ്ട്. പക്ഷേ ഇത് സംഭവം ബേസ് മനസ്സിലാക്കിയാൽ ഇത് വളരെ ക്ലിയറാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്റർ ഞാൻ എൻ്റെ ഈ ക്ലാസ്സിൽ കവർ ചെയ്ത ഏരിയ എല്ലാം ഒരു ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ മെയിൻ കവർ ചെയ്ത ഒന്ന് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിക്സഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യവും, അതുപോലെ നമ്മൾ പിന്നെ അടുത്ത് പഠിച്ചത് അവർ ഇത് P&L അപ്രോപ്രിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഗ്യാരൻറ്റി പ്രോഫിറ്റ്, ഈ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ. ഇത്രയും നല്ല ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ബാക്കിയുള്ള പാർട്ണർഷിപ്പിൻ്റെ മെയിനായിട്ട് അഡ്മിഷനിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാൽക്കുലേഷൻ ഓഫ് ഈ പ്രോഫിറ്റ് ഷെയർ മെയിൻ പ്രോബ്ലത്തിൽ എത്തുന്നതിന് മുമ്പ് അറിയേണ്ട ഈ ന്യൂ റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ ഉണ്ട്, അതുപോലെ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ, ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് ഇത്രയും പറഞ്ഞെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, ബൈ.